സ്പ്രിങ്ക്ലർ തിരിഞ്ഞിട്ട് വെള്ളം പോകുന്നത് കണ്ടല്ലേ? ഇതാണ് സ്പ്രിങ്ക്ലർ. കണ്ടല്ലേ? വെള്ളം ഇങ്ങനെ തിരിഞ്ഞിട്ട് ആകെ സ്പ്രെഡ് ആയിക്കോളും. മഴ പെയ്യുന്ന പോലെയാണ് ഇങ്ങനെ വെള്ളം വീഴുന്നത്. കണ്ടോ? അപ്പൊ സബിത അവിടെ പൂവാൻ വാഴ, പയറ്, പിന്നെ ഈ ചെറിയ മത്തൻ കണ്ടില്ലേ? ഇതാണ് മത്തങ്ങയുടെ ചെറിയ കായ. കണ്ട ഉണ്ടായോണ്ടിരിക്കണുള്ളൂ. അപ്പോൾ അവള് പയറൊക്കെ നനച്ചപ്പോൾ ഞാൻ ഒരു വാഴക്കൈകൾ എടുത്തിട്ട് അവിടെ വയ്ക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് അത്രയും കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ജനുവരി 18 പാവയ്ക്ക അതിനൊക്കെ നമ്മൾ ഈ പൈപ്പ് കൊണ്ടുവന്നിട്ട് വെള്ളം വെച്ച് കൊള്ളണം. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാൻ സ്പ്രിങ്ക്ലറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വെച്ചെന്നുള്ളൂ. അപ്പോൾ സ്പ്രിങ്ക്ലർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട ആ പൈപ്പിൻ്റെ ഏറ്റവും അറ്റം കൊണ്ടായിട്ട് ഒരു പ്ലാവിൻ്റെ ശിഖരത്തിൽ ഏറ്റവും തുഞ്ചത്തും ഉണ്ടായിട്ട് വയ്ക്കണം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പ്രിങ്ക്ലർ ഇതൊരു 1.5 ഇഞ്ച് പൈപ്പാണ്. നമ്മുടെ കിർലോസ്കർ മോട്ടർ ആണെങ്കിൽ അവൻ ഭയങ്കര ശക്തിമാനാണ്. അവൻ ഇങ്ങനെ വെള്ളം ഇഷ്ടം പോലെയാണ് വിടുക. അപ്പം ഞാനിത് ഇതിൽ നിന്ന് ഒരു 7 ട്യൂബാണ് വയ്ക്കുന്നത് ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അത് ചില സമയത്തൊക്കെ നമ്മളുടെ ഇത് ബ്ലോക്കാവും. പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ഈ പൈപ്പിൽ കൂടെ തന്നെ വിടുമ്പോൾ ഓരോ ടാപ്പുകൾ അടയ്ക്കാനും തുറക്കാനൊക്കെ നമ്മൾ മറന്നു പോകും. ആ സമയത്ത് മോട്ടറിന് ലോഡ് വരും, അല്ലെങ്കിൽ ഫ്യൂസ് പോവും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് പരിഹരിക്കാനാണ് ഈ പൈപ്പ് ഏറ്റവും മുകളിൽ വെച്ചത്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്യൂബ്. കണ്ടില്ലേ? ബ്ലാക്ക് ട്യൂബ്. ഇതാണ് ജാതി മരങ്ങൾ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് സ്പ്രിങ്ക്ലറിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് ഇതിൽ കൂടെയാണ്. അപ്പോൾ നല്ല ഫോഴ്സിലാണ് വെള്ളം. അപ്പോൾ ഇതിപ്പോൾ ഫോഴ്സ് കുറവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പച്ച പൈപ്പ് ഉണ്ടല്ലോ, ഇത് ജാതി മരത്തിൻ്റെ കടക്കേക്ക് വെച്ച് കൊടുത്തേക്കാം. അപ്പോൾ ഇത് ലോക്കാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഫോഴ്സായിരിക്കും. അപ്പോൾ അതിൽ കൂടെ തള്ളി പോകാൻ വേണ്ടിയിട്ട് മുകളിൽ നമ്മൾ പ്ലാവിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഓരോ മരത്തിനും ഈ ട്യൂബ് വന്നിട്ട് അവിടെ ഒരു ടീ ജോയിൻ്റ് ഉണ്ട് കണ്ടില്ലേ? അത് വെച്ചിട്ട് നമ്മൾ തള്ളി കൊടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം ഈ ജാതി മരത്തിൻ്റെ കടക്കയിലേക്ക് വെച്ചോണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്യണമെന്നുള്ള മെച്ചതിന് ഒരു 3 മണിക്കൂർ വേണ്ടി വരും നമ്മൾ നനയ്ക്കാനായിട്ട്. അതിന് പകരം ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1 മണിക്കൂറിൽ കംപ്ലീറ്റ് നന കഴിയും. നമ്മൾ നനയ്ക്കാൻ പോകുമെന്ന് വേണ്ട. ആ മോട്ടറിൻ്റെ സ്റ്റാർട്ടറിൽ ഒന്ന് ബട്ടൺ ഞെക്കിയാൽ മതി. ആ സമയത്ത് തന്നെ മോട്ടർ വെള്ളം എടുത്തിട്ട് ഈ സ്പ്രിങ്ക്ലറിൽ കൂടെ ഫുള്ള് നനച്ചോളും. അപ്പോൾ നമ്മളൊരു ഏക്കർ ഭൂമിക്ക് ഒരു 10,000 രൂപയ്ക്കുള്ള ഈ ട്യൂബും സാധനം മേടിച്ചാണെങ്കിൽ ഇഷ്ടം പോലെയാണ്. കണ്ടില്ലേ? അപ്പോൾ ജാതി മരത്തിനൊക്കെ ഇത്തിരി പൈസ നമുക്ക് കിട്ടണ കാരണം ഫസ്റ്റ് ഇവനൊക്കെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇത് 2-3 ടൈപ്പ് ഈ സ്പ്രിങ്ക്ലർ ഉണ്ട്. ഒരെണ്ണം ഒരു 10-30 അടിയൊക്കെ അകലത്തിൽ പോണ ടൈപ്പ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ വെള്ളം പോവും, പുല്ല് നിറയും. അപ്പം ഇത് നമുക്കൊരു ഫുൾ ലോഡ് വെച്ചാലും ഒരു 8 അടി 10 അടിയൊക്കെ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കടയ്ക്കുണ്ട് നമ്മളൊരു ഇത് ചെറിയൊരു ടാപ്പ് വെച്ചിട്ടുണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, വെള്ളം കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഉണ്ട് നമ്മളുടെ ഈ വാഴ കൈ എടുത്തിട്ടാണ് ഇത് കെട്ടുന്നത്. കണ്ടോ? അതിൻ്റെ ചാമ്പൽ ഇല കളഞ്ഞിട്ട് അത് കെട്ടി വയ്ക്കും. അപ്പോൾ നമ്മൾ കയറ് സുത്തലി ഇതൊന്നും കാശ് കൊടുത്ത് പഠിക്കേണ്ട. വാഴയുടെ കൈ മുറിച്ചിട്ട് കെട്ടണം വള്ളിക്ക് പകരം. വള്ളി എന്ന് വെച്ചാൽ ഇതന്നെ വള്ളി. കണ്ടില്ലേ? അപ്പം ഇനി വേറെ കണ്ടില്ലേ? പണ്ടൊരു 10-15 വർഷം മുമ്പ് ഇട്ടാണ് പൈപ്പ് ലൈനാണ്. 15 ആയെന്നൊരു 12-15 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ കാട് പിടിച്ച് നോക്കാണ്. നമ്മൾ കഴിഞ്ഞ വർഷക്കാലത്ത് ഇവിടെയൊക്കെ ക്ലീനാക്കി പോയതാണ്. പിന്നെ പുല്ല് നിറഞ്ഞു, കാട് നിറഞ്ഞു. അപ്പോൾ നമ്മൾ കൃഷിയൊക്കെ നല്ല ലാഭമുള്ളതുകൊണ്ട് ഈ കാടൊന്നും വെട്ടാൻ പോകണില്ല. അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ സ്പ്രിങ്ക്ലർ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ? അപ്പോൾ അവിടെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഫോഴ്സാണ് വെള്ളം. കണ്ടില്ലേ?
അപ്പം നമ്മളുടെ ഈ ബ്ലാക്ക് ട്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാണെങ്കിലേ ഇത് നനയ്ക്കാനായിട്ട് 2-3 മണിക്കൂറൊക്കെ വെറുതെ വേസ്റ്റ് ആയിട്ട് പോവില്ല. ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലും കുഴിച്ചിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യേ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് സിനിമ കാണാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം കണ്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ സ്പ്രിങ്ക്ലറൊക്കെ ഫിറ്റ് ചെയ്യുക. നമുക്ക് കണ്ടില്ലേ, അപ്പോൾ ഈ അവിടെ മണ്ണിലൊക്കെ ഇട്ടാകുന്ന തന്നെ അതിൽ മണ്ണ് വന്നു. അപ്പോൾ നമ്മൾ ഓരോ ടാപ്പും അല്ലെങ്കിൽ ഇതുപോലെ ടീ ജോയിൻറ്റ് അവിടെയൊക്കെ ഒന്ന് ഊരി നോക്കണം. അപ്പോൾ ചിലപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവും. കാരണം ഈ അട്ടയുണ്ട്, ഒരു ചെറിയ അട്ട, അത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചെറിയ ദ്വാരത്തിൻ്റെ സൂചിയുടെ മൊന പോലെ അല്ല സൂചിയുടെ തുള പോലെയുള്ള തുളയാണ് ഈ സ്പ്രിങ്ക്ലറിൻ്റെ. അതിൻ്റെ ഉള്ളിൽ കൂടെ അത് കയറിയിട്ട് അതിൽ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഈ വെള്ളം വരുമ്പോൾ ബ്ലോക്കായി പോകും. അപ്പോൾ അതെടുത്ത് കളയേണ്ടി വരും. ഈ അട്ട അല്ലെങ്കിൽ ചെറിയൊരു നൈസ് ഇത് വന്നാൽ മതി, അടഞ്ഞു പോകും. അപ്പോൾ ഈ സ്പ്രിങ്ക്ലറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ കുറേശ്ശെ വെള്ളമാണ് തള്ളുള്ളൂ നമുക്ക് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ വെളുപ്പിനിപ്പോൾ ഞാനൊക്കെ ഒരു 5:15 ഡെയിലി എണീക്കും. അപ്പോൾ 5:15 എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അപ്പോൾ മോട്ടർ സ്റ്റാർട്ടാക്കി കൊടുക്കണം. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നമ്മളുടെ ഈ നനയ്ക്കലൊക്കെ കഴിയും. അപ്പം നടക്കാൻ പോയിട്ട് വന്നിട്ട് ഒരു ചായ കുടിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് കഴിയുമ്പോഴേക്കും 1 മണിക്കൂറായി. എല്ലാ മരങ്ങൾക്കും നന കഴിഞ്ഞു. അപ്പം ഇതുപോലെ ഭയങ്കര ഗുണമാണ് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലർ ആൾക്കാർ പറയും പുല്ല് പിടിക്കും, അതിന് നിങ്ങൾ ചെറുത് വെച്ച് കൊടുക്കുക. പിന്നെ സ്പ്രിങ്ക്ലർ തന്നെ പോയിൻ്റായിട്ട് അടിക്കുന്ന സാധനമുണ്ട്, അത് വെച്ചാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ ഇവിടെയൊക്കെ മുഴുവൻ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ലോഡ് ശരിക്കും കൊടുത്തിട്ടില്ല. ലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് നല്ല സ്പീഡിൽ എത്ര വേണമെങ്കിലും സ്പീഡിൽ തിരിയും. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു 2 അടിക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് കൊടുക്കണതിന് മുന്നേ തന്നെ നമ്മൾ ഓരോ ടാപ്പ് വെച്ചിട്ടുണ്ട്, കൺട്രോൾ ടാപ്പ്. ആ ടാപ്പ് നമുക്ക് തിരിച്ചിട്ട് എങ്ങനെ വേണ്ടതെന്നുണ്ടെങ്കിൽ പവർ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഫിറ്റ് ചെയ്യുക, നല്ലതാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് എല്ലാം നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലിയൊക്കെ നിർത്തണം. സബിത വന്നിട്ട് വിളിക്കുന്നുണ്ട് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇനി വന്നിട്ട് വേണം എനിക്ക് എൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോവാണ്. ഇനി കാലത്ത് 9 തൊട്ട് രാത്രി 9 വരെ ഞാൻ അവിടെ ആയിരിക്കും. അപ്പോൾ കാലത്തൊരു 2 മണിക്കൂറാണ് എൻ്റെ ജോലിയുള്ളൂ. ബാക്കിയുള്ള സമയം കടയിൽ പോയി ഇരിക്കുകയാണ്. ഓക്കെ.